കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിന്റെയും കൗൺസിൽ ഹാളിന്റെയും ഉദ്ഘാടനം ഏപ്രിൽ 27 ഞായറാഴ്ച നടക്കും. കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയം കൗൺസിൽ ഹാളിന്റെയും ഉദ്ഘാടനം 27/4/2025 ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവர்களுം ഓഡിറ്റോറിയത്തിന്റെയും കൗൺസിൽ ഹാളിന്റെ ഉദ്ഘാടനം പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും ആലപ്പുഴ പ്രിയങ്കരനായ MP KC വേണുഗോപാൽ ചേർന്ന് നാളെ നിർവഹിക്കുകയാണ്. ഈ പരിപാടിയിൽ ഹരിതകർമ്മ സേനയ്ക്കുള്ള വാഹനത്തിൻ്റെ കൈമാറ്റം ബഹുമാനിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നീ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലുള്ള വിധങ്ങളായ ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന പരിപാടിയാണ് നാളെ 10 മണിക്ക് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2-3 പരിപാടികൾ എന്ന രീതിയിൽ പൊതു പരിപാടി നടക്കുമ്പോൾ ഒരു ഓഡിറ്റോറിയം ഇല്ലാത്തതുകൊണ്ട് കണ്ടമംഗലം ക്ഷേത്രത്തിൻ്റെയും കുട്ടാരം ക്ഷേത്രത്തിൻ്റെയൊക്കെ സമയങ്ങൾ കാലങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് അന്ന് തൊട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചയാണ്. പഞ്ചായത്തിന് സ്വന്തമായ ഒരു ഓഡിറ്റോറിയം വേണം. നമ്മുടെ തനത് ഫണ്ടിൽ നിന്ന് 66 ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ നല്ല രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് പൂർത്തീകരിക്കപ്പെടുകയാണ്. കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വികസന പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്ത് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഞങ്ങൾ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൻ്റെയും കൗൺസിൽ ഹാളിൻ്റെയും ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി പി പ്രസാദ് നിർവഹിക്കും. പഞ്ചായത്ത് കൗൺസിൽ ഹാളിൻ്റെ ഉദ്ഘാടനം KC വേണുഗോപാൽ MP നിർവഹിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുതറ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സജിമോൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ഈ വർഷം നടപ്പാക്കിയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ കൊടുത്തതിൽ സ്റ്റേറ്റിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചായത്താണ്. 100% പദ്ധതി വിഹിതം നിർവഹിക്കുന്നതിൽ 4 വർഷം തുടർച്ചയായിട്ട് ഞങ്ങൾ 100% പദ്ധതി വിഹിതം ചെലവഴിച്ചൊരു പഞ്ചായത്ത്. തൊഴിലുറപ്പ് പദ്ധതിയിലാണെങ്കിൽ എല്ലാ വർഷവും ജില്ലയിലായാലും 2ാം സ്ഥാനത്ത് എന്നുള്ള നിലവാരത്തിന് പുറകെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഞങ്ങൾ സംസ്ഥാനത്ത് 8ാം സ്ഥാനത്തായിരുന്നു. ഈ പ്രാവശ്യം 2ാം സ്ഥാനത്തായിട്ടുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ചെറിയ ഗ്രാമപഞ്ചായത്താണ്. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാനുള്ള വരുമാനം ഇല്ലെങ്കിൽ പോലും നമ്മൾ ഈ ഇതിൽ നിന്നും മിച്ചം വരുത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ നല്ലൊരു ഓഡിറ്റോറിയം നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. നല്ല സൗകര്യങ്ങളോടുകൂടി ഒരു ഓഫീസ് നിർമ്മാണം. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം നാളെ 10 മണിക്ക് ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രതീതിയോടുകൂടി തന്നെ ജനങ്ങളോട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ തന്നെ നിർവഹിക്കപ്പെടുകയാണ്. ഈ പഞ്ചായത്തിന് ഒരു അസറ്റായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ ഓഫീസിൻ്റെ എല്ലാ അറ്റകുറ്റപ്പണികളും മറ്റു ചെറിയ രീതിയിലുണ്ടായ അറ്റകുറ്റപ്പണികളും ഞങ്ങൾ ഇതിനോടൊപ്പം തന്നെ തീർത്തിട്ടുണ്ട്. അപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനത്തിന് സഹകരിച്ച് എല്ലാവരും അതിനകത്ത് നാട്ടിലെ ജനങ്ങളുടെ സഹകരണമുണ്ട്. എല്ലാവരും അതിനകത്ത് നിൽക്കുന്നു. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പഞ്ചായത്ത് ഇത്രയേറെ മികവുറ്റ് പുലർത്തുന്നത്. ഞങ്ങൾ തുല്യം നിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. എങ്കിൽ പോലും ഇവിടെ ഒരു അനിഷ്ടമായിട്ടൊരു പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോക്കുകളോ വാക്കൗട്ടുകളോ സമരങ്ങളോ ഒന്നുമില്ലാതെ തന്നെ പദ്ധതികളെല്ലാം ഭംഗിയായി നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാവരുടെയും രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാവരെയും ചേർത്ത് നിർത്താൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അവസാന വർഷത്തേക്ക് കിടക്കുകയാണ്. ഈ വർഷവും നമ്മൾ ഗ്രാമീണ മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾക്ക് അടിസ്ഥാന സൗകര്യമായ സ്കൂളുകളായാലും ആരോഗ്യ മേഖലയിലെ ആശുപത്രികളായാലും എല്ലാം നല്ല ഭംഗി രീതിയിൽ തന്നെ പ്രവർത്തിക്കും. ആവശ്യമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. റോഡുകളെല്ലാം ഇപ്പോൾ സഞ്ചാരയോഗ്യമാണ്. അതുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിന് ഉള്ള ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞങ്ങളുടെ അഭിമാനമായി ഞങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്ന ഒരു നല്ലൊരു സുദിനമാണ് 27/4/2025 ഞായറാഴ്ച നടക്കുന്ന ഈ പദ്ധതി. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകും. നാടിൻ്റെ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൻ്റെ മികവ് മാത്രമാണ് ഞങ്ങളുടെ വിജയം.